നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹർത്താൽ അങ്ങനെ പുരോഗമിക്കുകയാണ്. ഹർത്താൽ തുടങ്ങി ആദ്യ മണിക്കൂറിലൊക്കെ തന്നെ ജനങ്ങൾ ഇത് വലിയ കാര്യമായി എടുത്തിരുന്നില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ പണിക്ക് പോകുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ തന്നെ ഇറങ്ങി ചില ബസ്സുകളും ഓടിത്തുടങ്ങിയിരുന്നു. എന്നാൽ കണ്ണൂരിലും തിരുവനന്തപുരത്തും അങ്ങനെ വിവിധ ഇടങ്ങളിലൊക്കെ തന്നെ സജീവമായി ജനജീവിതം സാധാരണ നിലയിൽ സജീവമായി തുടങ്ങിയപ്പോൾ തന്നെ സമര അനുകൂലികൾ എത്തി തുറന്ന കടകളെല്ലാം അടപ്പിക്കുകയും ഇറക്കിയ ബസ്സുകളെല്ലാം തന്നെ വഴി തടഞ്ഞു നിർത്തുകയും അത് കിടന്ന് പ്രതിഷേധിക്കുകയും ഓടി പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സമരം തുടങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വളരെ ശക്തമായ നിലയിൽ സമരം പുരോഗമിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ചില ഇടങ്ങളിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഞങ്ങൾ കരുതിയിരുന്നത്, അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും കരുതിയിരുന്നത്, സമരം വിജയിച്ചില്ല, സമരം പാതി വഴിയിൽ വെച്ച് മുടങ്ങിയിരിക്കുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, തുറന്ന കടകളൊക്കെ തന്നെ അടപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് ഈ പറയുന്ന കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരണപ്പെട്ട നിതിന്റെ വീട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ചരക്കുമായി എത്തുന്ന വാഹനങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ, ഇവയെല്ലാം തന്നെ തടഞ്ഞു നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഈ തിരുവനന്തപുരത്തെ കണക്ട് ചെയ്യുന്ന പ്രധാന റോഡുകളിലെല്ലാം സമര അനുകൂലികൾ പല ഇടങ്ങളിലായി തമ്പടിച്ച് വരുന്ന ഓരോ വണ്ടികളെയും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഇരുചക്ര വാഹനങ്ങളെ, ബസ്സുകളെ, ഇവയെല്ലാം തന്നെ പൂർണ്ണമായും തടയുന്ന ഒരു സാഹചര്യം, തുറന്ന കടകളെല്ലാം തന്നെ അടപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. ജനങ്ങളും യാത്രക്കാരും സമരക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെ പോലും തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മറ്റൊരിടത്ത് തിരുവനന്തപുരത്ത് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന കുഞ്ഞു കുട്ടികളടക്കമുള്ളവരെ സമരക്കാർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ കുറെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സമരക്കാരും ജനങ്ങളും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഇവിടെ എല്ലാം നോക്കുകുത്തിയായി നിൽക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന മുകളിൽ നിന്നും ഇവരെ മാറ്റാനുള്ള ഒരു ഉത്തരവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നിതിൻ രാജിന്റെ മരണത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപക പ്രതിഷേധം. ഹർത്താൽ അനുകൂലികൾ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ KSRTC സ്വകാര്യ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും തടഞ്ഞു. ആദ്യ മണിക്കൂറിൽ നിരത്തിറങ്ങിയ ബസ്സുകളെല്ലാം തന്നെ പിന്നീട് തടഞ്ഞിരുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. കടകൾ അടയ്ക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളും ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താലിനിടെ പ്രതിഷേധക്കാരെ നീക്കാനുള്ള പോലീസ് ശ്രമത്തിനിടെ പലയിടത്തും സംഘർഷമുണ്ടായി. ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തിരുവനന്തപുരം തമ്പാനൂരിൽ പ്രതിഷേധക്കാരും അവർ തടഞ്ഞ ബസ്സിലെ യാത്രക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ AC അതായത് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം അന്ന് തിരിച്ചുപോയെങ്കിലും പിന്നീട് വീണ്ടും വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. തിരുവനന്തപുരം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കണ്ണൂരിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ണൂരിലാണ് ഈ അഞ്ചരക്കണ്ടി കോളേജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ സമരം ശക്തമാക്കും എന്നൊരു പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുകയും ആരോപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ വന്ന പോലീസുകാർ പ്രത്യേകിച്ച് തടയാനുള്ള ബാരിക്കേഡുകളോ അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെയാണ് പോലീസുകാരും എത്തിയിരുന്നത്. കാരണം അവർ കരുതിയിരുന്നത് ഈ ഒരു ഹർത്താലൊക്കെ തന്നെ പേരിന് മാത്രമായിരിക്കും, പോസ്റ്റർ ഒട്ടിച്ചിട്ട് പോകല മാത്രമായിരിക്കും ഹർത്താൽ എന്നത്. എന്നാൽ ബസ്സിൽ തടയുകയോ ഒന്നും ചെയ്യില്ല എന്നാണ് കരുതിയത്. എന്നതിനാൽ തന്നെ ഒരുപാട് പോലീസുകാരും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ സമരവുമായി എത്തിയ അനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പലയിടത്തും പോലീസ് ഇടപെട്ട് വാഹനങ്ങൾ കടത്തിവിട്ടു. അതേസമയം ഹർത്താൽ പൊളിക്കാൻ സർക്കാർ ശ്രമിക്കുന്നെന്ന ആരോപണം ഉയർത്തിയാണ് പലയിടത്തും KSRTC ബസ്സുകൾ പ്രതിഷേധക്കാർ തടഞ്ഞത്. കോട്ടയം മുണ്ടക്കയത്ത് ഹർത്താൽ അനുകൂലികൾ KSRTC ബസ്സുകളും മറ്റും സ്വകാര്യ വാഹനങ്ങൾ എന്നിവ ടൗണിൽ തടയുകയും അല്പസമയത്തിനകം വിട്ടയക്കുകയും ചെയ്തു. കച്ചവട സ്ഥാപനങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷകളും ഓടുന്നില്ല. കോട്ടയം നഗരത്തിലെ മുത്തൂറ്റ് ഫിനാൻസ് ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. കോട്ടയം കുമളി റോഡിൽ പൊൻകുന്നത്തും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ഏതാനും മിനിറ്റ് നിർത്തിയിട്ട ശേഷം വിട്ടയച്ചു. സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല. KSRTCയുടെ എറണാകുളം, കോഴിക്കോട് ബസ്സുകൾ പുറപ്പെട്ടിട്ടുണ്ട്. ഓർഡിനറി സർവീസുകൾ കുറച്ചു മാത്രമാണ് ഓടുന്നത്. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ മുന്നിലും വലിയ പ്രതിഷേധമാണ് ഉള്ളത്. വാഹനങ്ങൾ തടഞ്ഞുവെങ്കിലും പോലീസ് നിർദ്ദേശത്തിന് പിന്നാലെ വിട്ടയച്ചു. ഇടുക്കിയിലും പലയിടങ്ങളിലും വാഹനങ്ങൾ തടഞ്ഞു. കോഴിക്കോട് പേരാമ്പ്രയിൽ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞ വാഹനങ്ങൾ പോലീസ് എത്തി വിട്ടയച്ചു. കണ്ണൂർ പഴയങ്ങാടിയിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കാസർഗോഡ് പരപ്പ ചുള്ളിക്കരയിലും കൊല്ലം കുണ്ടറ മുളവനയിലും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. വിവിധ ദളിത് സംഘടനകളും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഉള്ളത്. എറണാകുളത്തും തിരുവല്ലയിലും വാഹനങ്ങൾ തടയുന്നുണ്ട്. സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതോടുകൂടി കോട്ടയം തിരുനക്കരയിൽ ആംബുലൻസ് അടക്കമുള്ളവ കുടുങ്ങി. ശ്രീകണ്ഠാപുരത്ത് കടകൾ അടപ്പിച്ചു.
പത്തനംതിട്ട അടൂരിൽ KSRTC സ്റ്റാൻഡിൽ സംഘടനാ പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. തിരുവനന്തപുരം കണിയാപുരം ഹൈവേയിലും നെടുമങ്ങാട് സമരാനുകൂലികൾ വഴി തടഞ്ഞു. പ്രവർത്തകരെ പലയിടങ്ങളിൽ നിന്നും പോലീസ് നീക്കുന്നുണ്ട്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളും ആശുപത്രികളിലേക്ക് പോകാനുള്ളവരും അടക്കം കുരുക്കിൽ കുടുങ്ങിയ 9 മണിയെങ്കിലും പരീക്ഷാ കേന്ദ്രത്തിൽ എത്തേണ്ടതായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇവർ വളരെ പരിഭ്രാന്തരായിരുന്നു. എന്നാൽ പിന്നീട് ഇവരൊക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികളാണ് വാഹനം തടഞ്ഞതിനെ തുടർന്ന് യാത്രാ പ്രതിസന്ധിയിലായി കിടന്നിരുന്നത്. ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് ഹർത്താൽ അനുകൂലികളുടെ പ്രതിഷേധം. സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയാണ്. സംസ്ഥാനത്ത് മറ്റു പല ഭാഗങ്ങളിലും വാഹനങ്ങൾ തടഞ്ഞു. പോലീസ് ഇടപെടലിനെ തുടർന്ന് നിലവിൽ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിട്ടിട്ടുണ്ട്. ബസ്സുകളടക്കം ഇപ്പോഴും കടത്തിവിടുന്നില്ല. റോഡിൽ നിന്ന് പ്രതിഷേധക്കാരെ നീക്കാനുള്ള പോലീസ് ശ്രമത്തിനിടെ കണിയാപുരത്ത് സംഘർഷമുണ്ടായി. ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. 1.5 മണിക്കൂറിലേറെയായി വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പോലീസ് ഇടപെട്ടാണ് നിലവിൽ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിട്ടത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ KSRTC ബസ് തടഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പള്ളിപ്പുറം CRPF ജംഗ്ഷനിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ റോഡിൽ പ്രതിഷേധിച്ചു. 50ഓളം KSRTC ബസ്സുകൾ ഉൾപ്പെടെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇവിടുത്തെ ഗതി ശാന്തമായി. മെഡിക്കൽ കോളേജിലേക്കും RCCയിലേക്കും അടക്കം പോകേണ്ട രോഗികൾ അടക്കം പെരുവഴിയിലായിരുന്നു. പള്ളിപ്പുറത്ത് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് ഇടപെട്ട് തടസ്സം മാറ്റി. പയ്യന്നൂർ നഗരത്തിലും കണ്ണൂർ നഗരത്തിലും ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. കണ്ണൂർ പഴയങ്ങാടിയിൽ വാഹനങ്ങൾ തടഞ്ഞു. ദളിത് സംഘടനാ പ്രവർത്തകരാണ് വാഹനങ്ങൾ തടയുന്നത്. ജില്ലയിൽ മറ്റിടങ്ങളിൽ ഇതുവരെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം കുണ്ടറ മുളവനയിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. തൊടുപുഴയിൽ ഹർത്താൽ അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സ്വകാര്യ വാഹനങ്ങളും ബസ്സുകളും തടഞ്ഞു. മാത്രമല്ല വേറൊരിടത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഘട്ടത്തിൽ ഈ വാഹനങ്ങൾ തടഞ്ഞ്, അതായത് യാത്രക്കാരുടെ വാഹനം തടയാൻ വന്നത് സമരക്കാർ വന്ന വാഹനത്തിലായിരുന്നു. ആ വാഹനം തിരിച്ചു പോയപ്പോൾ യാത്രക്കാർ ഈ സമരക്കാരെ തടയുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു ദൃശ്യവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഗ്രാമീണ മേഖലയിലേക്കുള്ള ബസ്സുകളെല്ലാം തന്നെ ഓടുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥിരമായി വൈകി തുറക്കാനുള്ള കടകൾ മാത്രമാണ് അടഞ്ഞുകിടക്കുന്നത്. കോഴിക്കോട് ഉള്ളിയേരിയിൽ സമരാനുകൂലികൾ സ്വകാര്യ ബസ്സുകൾക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. ആലപ്പുഴയിൽ ഹർത്താലിനെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടന്നില്ല. കടകളും ഹോട്ടലുകളും ഒക്കെ തന്നെ പലതും തുറന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെ പിന്നാലെ അടപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നിതിൻ രാജിന്റെ മരണത്തിൽ ദുരൂഹത നീക്കുക, ഉത്തരവാദികളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളെ കുറിച്ച് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഹർത്താൽ ആവശ്യ സേവനങ്ങളെയും തൃശൂർ വെടിക്കെട്ട് അപകടം നടന്ന പ്രദേശവും ഒഴിവാക്കിയിട്ടുണ്ട്. നഷ്ടപരിഹാരമായി കുടുംബത്തിന് 10 കോടി രൂപ നൽകുക, കോളേജിന്റെ അംഗീകാരം റദ്ദാക്കുക, വിദ്യാലയങ്ങളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കാൻ നിയമം നടപ്പാക്കുക, കണ്ണൂർ SP-യെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കൗൺസിൽ ഉന്നയിക്കുന്നുണ്ട്. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ബസ്സുകളോ മറ്റു വാഹനങ്ങളോ നിർബന്ധിച്ച് തടയില്ലെന്നും വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കില്ലെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ ആക്ഷൻ കൗൺസിൽ പറഞ്ഞെങ്കിലും പിന്നീട് ഈ സ്ഥിതിഗതികളെല്ലാം തന്നെ മാറുന്നതാണ് കണ്ടത്.